അപ്പോൾ പോയാലോ, ഒരു PSC എക്സാം എഴുതിയാലോ. PSC ആസ്പിറൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു എക്സാമും വിട്ട് കളയില്ല, എല്ലാം പോയി എഴുതും. പിന്നെ ഈ വേനൽക്കാലത്ത് മെയിനായിട്ട് 2 വീലർ എടുത്ത് പോകാൻ തയ്യാറായത് ഒരു കാരണം കൊണ്ടാണ്. 2 ബസ് കയറി പോകണം. അപ്പോൾ 2 ബസ് കയറുന്നതിനൊക്കെ നല്ലത് 2 വീലറിൽ പോകുന്നതാണെന്ന് തോന്നി. പിന്നെ ഈ കയ്യിലുള്ള സൺഷീൽഡ് കവറിങ്സ് അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. വില കുറവായതുകൊണ്ട് തന്നെ മേടിച്ചു. ബ്ലാക്ക് മേടിച്ചത് അബദ്ധമായി, കാരണം പൊട്ടത്തരം പണ്ടേ ഉണ്ടല്ലോ, അത് ചൂട് കൂടുതൽ കിട്ടിക്കോളും. പിന്നെ ഹോൾ ടിക്കറ്റ് ഫ്രഷേ ഉപയോഗിക്കൂ. എക്സാം എന്താണോ അന്ന് രാവിലെ എക്സാമിനായിട്ട് പോകുമ്പോൾ പോയി എടുക്കുകയാണ് ചെയ്യുക. ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, അല്ല കറണ്ട് കട്ടോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂസോ ഒക്കെ ആയിട്ട് എങ്ങാനും പ്രിൻ്റ് എടുക്കാൻ പറ്റാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും. പിന്നെ വണ്ടി ഓടിച്ച് വരികയായതുകൊണ്ട് തന്നെ വീഡിയോസ് വേറെ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എക്സാം സെൻറ്ററിൽ എത്തി നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. വേഗം മഴ കൊള്ളാതെ എക്സാം സെൻറ്ററിൽ എത്തിയാൽ മതി എന്നായിരുന്നു. പിന്നെ നല്ലൊരു ഒഴിഞ്ഞ സ്ഥലം നോക്കി കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു. അവിടെ ഇരുന്നത് മെയിനായിട്ട് നല്ല മഴക്കാറിൻ്റെയൊക്കെ ഒരു വ്യൂ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം അവിടെ ഇരുന്ന് എന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, ടിഫിൻ കഴിക്കണം. അത് കഴിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. കാരണം അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ഞാൻ വാടി തളരും. അതുകൊണ്ട് അതാദ്യം മുഖ്യമാണല്ലോ. ഫുഡൊക്കെ കഴിച്ച് സമാധാനപൂർവ്വം പരീക്ഷ എഴുതാം. അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ഞാൻ ആകെ തളരും. പിന്നെ അന്ന് മൊത്തം തലവേദനയായിരിക്കും, അന്ന് രാത്രിയൊക്കെ തലവേദനയായിരിക്കും. ടിഫിൻ ബോക്സൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു, സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴുള്ള ആ ഒരു മെമ്മറീസൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ. പിന്നെ നോട്ടീസ് ബോർഡിൽ റൂം നമ്പർ ഇട്ടുണ്ട് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി. കാരണം കുറേ ആൾക്കാരുള്ളതുകൊണ്ടും അവരുടെ പ്രൈവസി നമ്മൾ നോക്കണമല്ലോ, അതുകൊണ്ടാണ് വീഡിയോസ് അങ്ങനെ എടുക്കാതിരുന്നത്. പിന്നെ കൂട്ടുകാരും പരിചയക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ചമ്മലും, ആദ്യത്തെ ഒരു വീഡിയോ എടുപ്പല്ലേ, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ നമ്പറൊക്കെ നോക്കി റൂം നമ്പർ 8. പിന്നെ ക്ലോക്ക് റൂമിലേക്കുള്ളൊരു യാത്രയായിരുന്നു. ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി ബാഗൊക്കെ വെച്ച് എക്സാം റൂമിൻ്റെ അവിടേക്ക് ചെന്നു. എക്സാമിനാകെ ഹോൾ ടിക്കറ്റ്, പിന്നെ ഏതെങ്കിലും ഒരു ID പ്രൂഫ്, പേന മാത്രമേ കയറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് മാത്രം കൈപ്പിടിച്ച് പോകുന്നതുകൊണ്ട് ബാക്കിയെല്ലാം അവിടെ വെച്ച് ഒരു സമാധാനപൂർവ്വം പോയി. എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ നല്ല മഴക്കാറ്, ഇപ്പോൾ പെയ്യുന്നുള്ള അവസ്ഥ. റെയിൻകോട്ട് കൊടുത്തിട്ടില്ല, പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. നനഞ്ഞു എന്ന രീതിയിൽ കുറച്ച് ദൂരം വന്നപ്പോൾ തന്നെ നല്ല മഴ കിട്ടി. അത് നല്ല മഴ കിട്ടി. മഴയത്ത് സ്പീഡൊക്കെ കുറച്ച് വണ്ടി ഓടിച്ച് വരുന്ന അതൊരു സുഖം തന്നെയായിരുന്നു. മഴയത്ത് വണ്ടി ഓടിക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ ഇവിടെ എൻ്റെ നാട്ടിലെത്തിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇവിടെ ഒരു മഴത്തുള്ളി പോലും വീണിട്ടില്ല, ഒരു ചാറ്റൽ മഴ പോലും പെയ്തിട്ടില്ല. ആകെ മഴക്കാറ് മൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം, അല്ലാതെ ഇവിടെ മഴയേ പെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ഈ ഒരു സമയം വരെ മഴ പെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ടെറസിൻ്റെ മേലെ മയിലാടുന്നു. മയിലും ആൺമയിലും പെൺമയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ ടെറസിൻ്റെ മേലെ കയറി ആ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഓരോരുത്തരായി പോകുന്നുണ്ടായിരുന്നു. കാരണം ആ വീട്ടിലെ നായ കുറച്ച് തുടങ്ങി ഓരോരുത്തരായി ഇങ്ങനെ സ്ഥലം വിട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു വീഡിയോ എടുക്കാൻ പറ്റണേന്ന്, കാരണം നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റണേന്ന് ആഗ്രഹിച്ചു. കാരണം ഞങ്ങളുടെ പറമ്പിലെ തന്നെ ഈ തെങ്ങിൻ്റെ ഓലയും അതുപോലെ തന്നെ മുരിങ്ങക്കായും ഒക്കെ നിൽക്കുക കാരണം കറക്റ്റായിട്ട് ഒരു വീഡിയോ ഞാൻ തിരഞ്ഞ് നടക്കുമായിരുന്നു. എവിടെ നിന്ന് എടുത്താലാണ് മുഴുവനായിട്ട് കിട്ടുക, എവിടെ നിന്ന് എടുത്താലാണ് കൃത്യമായിട്ട് കിട്ടുകയെന്ന്. അങ്ങനെ കണ്ടുപിടിച്ച് വന്നപ്പോഴേക്കും പെൺമയിലുകളെല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. പിന്നെ ആൺമയിൽ ഇങ്ങനെ പതുക്കെ നിർത്തുകയും ചെയ്തു. പക്ഷെ എന്നാലും എനിക്ക് നല്ലൊരു വീഡിയോ കിട്ടി, എനിക്ക് സന്തോഷം നൽകുന്ന ഒരു വീഡിയോ കിട്ടി. അപ്പോഴേക്കും നായ ഗംഭീരമായി കുറച്ചു. അങ്ങനെ ആൺമയിൽ അങ്ങോട്ട് പോയി. പണ്ടൊക്കെ വീട്ടിൽ ആടൊക്കെ ഉണ്ട്, അപ്പോൾ ആടിനെയും കൊണ്ട് അടുത്ത പറമ്പിലൊക്കെ പോയി ഇരിക്കുമ്പോൾ ആടിനെ തീറ്റാനായിട്ട് വിട്ടിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എത്രയോ തവണ അത് കുറച്ച് അടുത്ത് തന്നെ, നല്ല അടുത്ത് തന്നെ അങ്ങനെ കുറേ മയിലാടുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ കാണാൻ കിട്ടാറില്ല. പിന്നെ ടെറസിൻ്റെ മേലെ കയറിയതല്ലേ,
ചുറ്റുമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പ്ലാവും മാവും ചക്കയും മാങ്ങയൊക്കെ കുറഞ്ഞു തുടങ്ങി. മഴക്കാലം ആകുമ്പോഴേക്കും ചക്കയും മാങ്ങയും ഒക്കെ തീരും. മാങ്ങ അങ്ങനെ മഴക്കാലത്ത് കിട്ടാറില്ല. അപ്പോൾ ശരി, പിന്നെ കാണാം. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം.